സംസ്ഥാനത്ത് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഇനി 3 ദിവസങ്ങൾ മാത്രം. റേഷൻ കാർഡ് മസ്റ്ററിംഗ് നവംബർ 30 വരെയാണ് സമയപരിധി നൽകിയിരിക്കുന്നത്. ഇനിയും 20 ലക്ഷം പേർ മസ്റ്ററിംഗ് നടത്താൻ ബാക്കിയുണ്ടെന്നാണ് കണക്കുകൾ. മസ്റ്ററിംഗ് നടത്താത്ത കാർഡുകളിലെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും തിരിച്ചറിയാൻ ഭക്ഷ്യവകുപ്പ് പ്രത്യേക അന്വേഷണം നടത്തും. മൊബൈൽ ആപ്പിലൂടെ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടും വലിയൊരു വിഭാഗം ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയായതോടെയാണ് അന്വേഷണം തുടങ്ങിയത്. വിരലടയാളവും കണ്ണടയാളവും പൊരുത്തപ്പെടാത്തവർക്കായാണ് മൊബൈൽ ആപ്പായ മേര KYCയിലൂടെ മസ്റ്ററിംഗ് ആരംഭിച്ചത്. നിലവിലെ കണക്കനുസരിച്ച് 56,000-ലധികം ആളുകൾ ഈ ആപ്പ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കി. ചിലയിടങ്ങളിൽ ആപ്പ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് നടത്താൻ കഴിയില്ലെന്ന പരാതി ഉയർന്നെങ്കിലും ആപ്പ് കൊണ്ടുവന്നത് നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനിയും മസ്റ്ററിംഗ് നടത്താനുള്ള 21 ലക്ഷം പേരിൽ മരിച്ചവർ എത്രയാണെന്നതിൽ ഭക്ഷ്യവകുപ്പിന് കൃത്യമായ വിവരമില്ല. മസ്റ്ററിംഗ് ചെയ്യാത്തവരെയെല്ലാം റേഷൻ കാർഡിൽ നിന്നും നീക്കിയതിൽ നിരവധി ആളുകൾക്ക് ഭക്ഷ്യധാന്യം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. ഇത് ഒഴിവാക്കാനാണ് മരിച്ചവരുടെ വ്യക്തമായ കണക്ക് ശേഖരിക്കുന്നത്. റേഷൻ കടകൾ വഴിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കുക. പേര്, ആധാർ, റേഷൻ കാർഡ് നമ്പർ എന്നിവ റേഷൻ കടക്കാരുടെ സഹായത്തോടെ റേഷനിംഗ് ഇൻസ്പെക്ടർമാരാണ് ശേഖരിച്ച് പരിശോധിക്കുക. വിദേശ രാജ്യങ്ങളിലുള്ളവർ, ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ, കുട്ടികൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും പ്രത്യേകം ശേഖരിക്കും. മസ്റ്ററിംഗ് സമയപരിധി അവസാനിക്കുന്ന നവംബർ 30-നകം ഓരോ താലൂക്കിലെയും അന്തിമ കണക്ക് ലഭ്യമാക്കും. തുടർന്ന് തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. കേരളത്തിൽ മഞ്ഞ, പിങ്ക് കാർഡുകളിലായി 1.53 കോടി ആളുകളാണുള്ളത്. 1.31 കോടി ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കി. നിലവിൽ ദിവസം ശരാശരി 10,000-ലേറെ പേർ മസ്റ്ററിംഗ് നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അർഹരായ വ്യക്തികൾക്ക് മഞ്ഞ, പിങ്ക് കാർഡുകൾ നൽകാനുള്ള നടപടിയും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. പൊതുവിഭാഗം വെള്ള, നീല കാർഡിലുള്ളവരിൽ നിന്നും പിങ്ക് കാർഡിലേക്ക് മാറാനുള്ള അപേക്ഷകൾ ഓൺലൈനായി സ്വീകരിച്ചു തുടങ്ങുകയും ചെയ്തു. റേഷൻ കാർഡ്, പെൻഷൻ, മറ്റു വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.